ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ അലോക്കേഷ്യ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അലോക്കേഷ്യ പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് കെയറും അതുപോലെ തന്നെ അതിൻ്റെ പോട്ടി മിക്സും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, പൂക്കളുള്ള ചെടികളെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ. പല വർണ്ണങ്ങൾ കൊണ്ട് തീർക്കുന്ന പൂക്കൾ കാണുമ്പോൾ നമുക്ക് പല കളേഴ്സിൽ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇലച്ചെടികളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ അലോക്കേഷ്യ പ്ലാന്റ്. കാരണം ഇതിൻ്റെ ലീഫ് കാണുന്ന ഈ ഡിസൈനിങ്, അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 4 വെറൈറ്റികളാണ് ഉള്ളത്. 4 വെറൈറ്റികൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. 4 വെറൈറ്റികളും നമുക്കറിയാം ഈ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റാണ് ഇത്. അലോക്കേഷ്യ ആമസോണിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പർപ്പിൾ കളറല്ല, ഒരു ഗ്രീനൊക്കെ കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു പർപ്പിൾ കളർ തോന്നിക്കുന്ന, മുകൾ വശത്ത് നമുക്കറിയാം ഒരു നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഒരു വൈറ്റും ഒക്കെ കൂടുന്ന നല്ല ഡിസൈനിങ് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. അലോക്കേഷ്യ പ്ലാന്റിന് നമുക്കറിയാം കൂടുതൽ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു കാണുന്നതിൽ ഇല്ല കേട്ടോ, എന്നാലും കാണുന്നത് ഇത് പൊള്ളിപ്പോകുന്ന ഇലയൊക്കെ ഒന്ന് പൊള്ളിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മളിത് വെക്കേണ്ടത്. കാരണം വെളിച്ചം കിട്ടുകയും വേണം, പക്ഷേ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു ഏരിയയിൽ വെച്ചാൽ മാത്രമേ നമുക്കൊരു ഈ പ്ലാന്റിനെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ ഒരു ചെടിയാണ്. ഇതിന് എലിഫൻറ്റ് ഇയർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയാണ് ഇപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ചെടി ഇതാണ്. അപ്പോൾ ഇതിന് ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. ഇതിൻ്റെ കളറ് ഒരു ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ കളറ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ടായിരുന്നു, അതൊക്കെ സെയിലായി പോയതാണ്. ഇപ്പോൾ എൻ്റെ കൈവശം ഒരു തൈ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഇതും കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള അതേപോലെ തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് പിന്നെ ഈ ഒരു പ്രത്യേകത, ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഇലകൾക്കും ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു വി ഷേപ്പായിരിക്കും കേട്ടോ. ഒരു വി ഷേപ്പായിട്ട് കണ്ടില്ലേ, ഇതിലൊക്കെ ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന് ഉള്ളൊരു പ്രത്യേകത. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അടിവശം കണ്ടില്ലേ, ഇത് നല്ലൊരു പർപ്പിൾ കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു പർപ്പിൾ കളറാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ അലോക്കേഷ്യ പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ്. ഈ ഒരു പ്ലാന്റാണ്. ഇത് നല്ല ഗ്രീനിൽ ഒരു വൈറ്റ് ആണോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ലീഫാണ് കേട്ടോ ഇതിനുള്ളത്. ഇതും അലോക്കേഷ്യ, ഞാൻ പറഞ്ഞില്ല, അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വി ഷേപ്പ് ഉണ്ടാകും. അപ്പോൾ ഇതും അലോക്കേഷ്യ പ്ലാന്റിൽപ്പെട്ട നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. അലോക്കേഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതും വേറൊരു ഡിസൈനാണ്. ഇതും നല്ല എൻ്റെ കയ്യിലിപ്പോൾ 4 വെറൈറ്റികളാണുള്ളത്. അപ്പോൾ ഇതിനൊരു ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ലീഫിനൊന്നും ആ കട്ടിങ്സ് ഇല്ല, കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ നേരെയാണ് വരുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഒരു കട്ടിങ്സ് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടിങ്സ് ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ 4 പ്ലാന്റാണ് എൻ്റെ കൈവശമുള്ളത്. നമുക്കറിയാം അലോക്കേഷ്യ പ്ലാന്റ് കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത്. ഇതിനൊരു കിഴങ്ങ് ഉണ്ടാകും. ആ കിഴങ്ങിൽ നിന്നാണ് ഇതിൽ പുതിയ തൈകളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട്, കാണുന്നില്ലേ. അപ്പോൾ ഇതിൽ ഒരു കിഴങ്ങ് ഉണ്ടാകും. ആ കിഴങ്ങിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ വരുന്നത്. ഒരു സീസണിൽ നമുക്കറിയാം അലോക്കേഷ്യ പ്ലാന്റ് നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു തണുപ്പുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഈ അലോക്കേഷ്യ പ്ലാന്റ് ഇതിൽ നിന്ന് ഈ ഒരു ചട്ടിയിൽ നിന്ന് നമുക്ക് നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പിന്നീട് ആ ചട്ടി നമ്മളൊന്നും ചെയ്യേണ്ട. ഈ ഒരു ചെടിച്ചട്ടി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2-3 മാസമൊക്കെ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ്, ഈ ഒരു പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ
ഒരിക്കലും നമുക്ക് ഈ ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകില്ല. കാരണം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് നശിച്ചാലും ആ ചെടിച്ചട്ടി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ തൈകൾ ഉണ്ടാക്കുന്ന രീതി ഇതിൻ്റെ കിഴങ്ങ് ാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ എനിക്കിതുവരെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ലീഫ് വെച്ചിട്ടൊന്നും നമുക്കൊരിക്കലും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ടൊന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ഞാനതാ പറഞ്ഞത്. ഇതിൻ്റെ പോട്ടി മിക്സ് പിന്നെ ഇനി പറയാൻ പോകുന്നത്, അതിൻ്റെ മുന്നേ ഇതിൻ്റെ വാട്ടറിങ് ഞാൻ പറയാം. അതിന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കിഴങ്ങ്, ഇതിൻ്റെ അടിവശം കാണുന്ന ഒരു കിഴങ്ങുണ്ട്, ആ കിഴങ്ങ് നമുക്ക് എന്ത് ചെയ്യും, ചീഞ്ഞ് പോകും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന് നല്ലതല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, ഇത് ഞാനിപ്പോൾ കുറച്ച് മുന്നേ നനച്ച് പോയതാണ്. ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ, അതായത് ചെടിച്ചട്ടി ഒന്ന് ചട്ടിയിൽ നമ്മൾ ഒന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിൽ നനവില്ലെങ്കിൽ മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതി. കൂടുതലായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റിന് ഈർപ്പം ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്, കുറച്ച് ഈർപ്പം ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മണ്ണ് ഡ്രൈ ആകുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒന്നിതിന് നമ്മൾ നനച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കെയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ 2 മാസമൊക്കെ കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇതിലിട്ട് കൊടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഈ ഒരു വളം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള നമുക്ക് ചാണകപ്പൊടി ഇതിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പിന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചെറിയ തോതിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം അതൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട്, പച്ച ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് കുറച്ച് ഇതിലൊഴിച്ച് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. പിന്നൊന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് എടുക്കുമ്പോൾ നമ്മൾ മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കൊക്കോപ്പിറ്റ് എടുത്തിട്ട് ആ 4 എണ്ണം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പോട്ടി മിക്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഒന്നും കൂടി പറയാം, മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോപ്പിറ്റ് വെക്കുന്നത് കുറച്ചൊരു ഈർപ്പം ഇഷ്ടമുള്ള ഒരു ചെടി ആയതുകൊണ്ട് തന്നെ കുറച്ച് അതൊരു നനവ് അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് കൊക്കോപ്പിറ്റയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 4 വളം മതി. പിന്നെ എല്ലുപൊടി ഒന്ന് ചേർക്കണമെന്നില്ല. ഞാനിതുവരെ ഇതിന് എല്ലുപൊടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വളം ഇട്ടിട്ടില്ല. ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് പിന്നെ ഇതന്നെയാണ്, ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അതായിരിക്കും ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി പറയാം, ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് നമുക്കറിയാം ഇതൊന്ന് ഇലകളൊക്കെ ഒന്ന് ബേണായി പോകും. അപ്പോൾ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിക്കാത്തതാണ് നല്ലത്. അപ്പോൾ എന്തൊരു ഭംഗിയാണ്, കണ്ടില്ലേ? ഇതിൻ്റെ ലീഫിനെ കാണാൻ നല്ല ഭംഗി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഇതിൽ 4 എണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് ഈ ഒരു പ്ലാന്റുമാണ്, അതുപോലെ തന്നെ ഇതുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പല മോഡൽ ഉള്ള അലോക്കേഷ്യ പ്ലാന്റും ഉണ്ട്. പക്ഷേ എൻ്റെ കൈവലില്ല. ഞാനിതിപ്പോൾ എങ്ങനെ അത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്നായിട്ട് ശേഖരിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇത്. കാരണം കൂടുതൽ ഈ ചെടിക്ക് കൂടുതൽ വെയിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ ബെസ്റ്റ് പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇത് ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെടിച്ചട്ടീൻ്റെ താഴത്ത് ഒരു ഡ്രെയിനേജ് പോട്ടും കൂടി, ഡ്രെയിനേജ് അടിയിൽ വെള്ളം വരുന്നതിന് അങ്ങനെ ഒരു ഇതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ ഈ മദർ പ്ലാന്റിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇതിൽ തൈകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്ലാന്റ് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് സെയിലായി പോയതാണ്. മറ്റുള്ള പ്ലാന്റ് ഒന്നും ഞാൻ സെയിൽ ചെയ്തിട്ടില്ല, ഇതും സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മദർ പ്ലാന്റിൽ നിന്ന് തൈകൾ വന്ന ശേഷം നമുക്കത് അടർത്തിയെടുക്കാം. ഓരോ കിഴങ്ങ് ഉണ്ടാവും കേട്ടോ. ആ കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് അടർത്തിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് പുതിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഇങ്ങനെ തൈകൾ ഉണ്ടാവും കേട്ടോ.
പക്ഷേ ഇത് ഒരു തൈനെക്കാട്ടി ഭംഗി ഇതിൽ കൂട്ടത്തോടെ, ഇതിപ്പോൾ ഇതിൽ തൈ വന്നിട്ടുണ്ട്, ഇത് കൂട്ടത്തോടെ കാണുമ്പോഴാണ്, ഒന്നിച്ച് കാണുമ്പോഴാണ് ഇതിനൊരു ഭംഗി ഉണ്ടാകും കേട്ടോ. ഇതിപ്പോൾ ഇതിൽ ഒരൊറ്റ തൈയുള്ളൂ കേട്ടോ. ഈ ഒറ്റ തൈക്കാണ് നമുക്കിത് ഈ 4 ലീഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ കൂട്ടത്തോടെ ഉണ്ടാകുമ്പോഴാണ് ഭംഗി. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തൈകൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മദർ പ്ലാന്റിൽ നിന്ന് തൈകൾ അടർത്തി മാറ്റിയിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ അലോക്കേഷ്യ പ്ലാന്റ് ഇത് ഇഷ്ടപ്പെടാത്തവരെന്തായാലും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.